ഹായ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഞാൻ. അതെ, മോൻ്റെ എന്താ പറയുക, ഖുർആൻ പാരായണല്ലേ, അതിൻ്റെ പഠനമൊക്കെ പൂർത്തിയായതിൻ്റെ മനപ്പാടാക്കിയിട്ടുണ്ടത് ഹാവിൽ എന്ന് പറയും. നമ്മളെ എല്ലാവർക്കും വീഡിയോ കാണുന്ന ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളുന്നില്ല. അതെ അതെ, അപ്പോൾ എല്ലാ പരിപാടികളൊക്കെ ഉണ്ട്, സ്വീകരണം ഉണ്ട്, മൗലൂദ് പ്രാർത്ഥന കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മളെ 12:15 വരുന്ന പറഞ്ഞിട്ടുണ്ട് അല്ലേ, മൂല്യന്മാരും എല്ലാരും ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മള് പോവാൻ നിൽക്കാണ്. നമ്മളെ അപ്പൂസിന്റെ ഒപ്പാണ്. അപ്പൂസിന്റെ എന്താ പറയാ, സന്തോഷേട്ടനും റഫീഖും ബെസ്റ്റ് ഫ്രണ്ടാണ്. അതുപോലെ തന്നെ എന്നാലും ഓന് ഈ ടൈമിലായപ്പത്തിന് ഒക്കെ മനപ്പാടാക്കിയില്ലേ, അത് ഭയങ്കര സന്തോഷമുണ്ട്. ഇതല്ലേ നമുക്ക് ആദ്യം ഇത് പറഞ്ഞത്, എന്താ ക്ലാസ് പൂർത്തിയായിട്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് അത്രയ്ക്കും അമ്മ അപ്പൂസിനെ കാത്തിരിക്കണേ. അപ്പൂസ് ക്ലാസ്സിക്കതല്ലേ, ഒരു 12 കാലായി. അപ്പൊ ഞാൻ എന്താ പറയാ, അപ്പൂസും ഓനും ഇവിടെ പാലക്കാട് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചാണ്. ബാലവാടിയിൽ ഒരുമിച്ചായി, സ്കൂളിൽ ഒരുമിച്ചായി. പിന്നെ ഒരു കുട്ടി അങ്ങോട്ട് ആ പഠനത്തിക്ക് മാറി. അങ്ങനെ ഇപ്പൊ കുറച്ചൊരു ഗ്യാപ്പ് വന്നത് ഒരു. പക്ഷെ എന്നാലും ഒരു രണ്ടാളും എന്താണ്, പക്ഷെ തമ്മിലിപ്പോ കാണുമ്പോ രണ്ടാക്കും മടിയാണ്. നമ്മളെ ചിലപ്പോ കൊറേ മൂല്യന്മാരെ നമ്മളെ കണ്ടുണ്ടാവും, ഉസ്താദ്മാരൊക്കെ കാണാൻ പോയോക്ക. മൈക്കാട് വണ്ടി കൊടുത്തു, അവിടെ വണ്ടി കൊടുക്കും, അവിടെ മൈക്ക് കിട്ടി. ഇപ്പൊ എന്താ നടക്കണേ? നമ്മളെ കുട്ടി ആപ്പിളായുള്ള ഒരു പരിപാടിയാണ്, ചെറിയൊരു പരിപാടി. അടുത്ത് ഇഷ്ടമുള്ള കുട്ടികളൊക്കെ അല്ലേ, പിന്നെ നാട്ടിൽ നമ്മളെ ആൾക്കാരൊക്കെ ഒരു പരിപാടി. كلا بحكمته يفيض إليهم رحمة بجواده وفضل وإحسان ولطف ومنته صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية وجوب علينا شكر فضل إلهنا بآلائه من غير حد وحسرتي صلاة وتسليم وأزكى تحيتي وأشهد أن الله لا رب غيره مصور كل الخلق من غير صنعتي وكرم بين الخلق. അതൊക്കെ ഞങ്ങൾ ഇട്ടറിച്ചോടെ നിൽക്ക്. ഇവിടൊക്കെയാണ് വേഗം കൂടുതൽ. അടിയിൽ വേണേ ഇട്ട് കൊടുക്കാം. അന്ന് ശരിക്കും ഉത്തരാടിക്കാം.
കഴിഞ്ഞ ദിവസം ഷഹദുമാൻ പഠിച്ച കോഴിക്കോട് ജില്ലയിലെ മുക്കം അടുത്ത് ചട്ടാങ്ങൽ കമ്പനി മുക്കിൽ കൊള്ളുന്ന അൽഖമർ എഡ്യൂക്കേഷണൽ കോംപ്ലക്സിൽ വെച്ച് നടന്ന ഷെയ്ഖ് ജീലാനി അനുസ്മരണം ചെറിയ പി ഉസ്താദിന്റെ ആണ്ട് മാസാന്തം അവിടെ നടക്കുന്ന മഹബറത്തുൽ ബദരിയ അസ്മാഉൽ ബദർ മജ്ലിസിൽ വെച്ച് ധാരാളം പണ്ഡിതന്മാരുടെയും മുഅ്മിനീങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് ആ ഒരു കർമ്മം നിർവഹിക്കുകയുണ്ടായി. അതോടൊപ്പം ഈ നാട്ടുകാരൻ തന്നെയായ ഹാഫിദ് മുഹമ്മദ് മിദ്ലാജ് ഇബ്ൻ അബ്ദുൽ നാസർ അഷ്റഫി ഉസ്താദ് അവരുടെ മകനും ഈ വർഷം അൽഖമർ ഹിഫ്ദ് കോളേജിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ ഹിഫ്ദ് പൂർത്തീകരിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ തുടങ്ങിയ ഇനി അങ്ങോട്ട് അത് മറന്നു പോകാതെ നിലനിർത്തുക എന്നുള്ളതാണ് പ്രധാനം. നിലനിർത്താനുള്ള തൗഫീഖ് നൽകട്ടെ. നമ്മുടെയൊക്കെ മക്കളെ അല്ലാഹു മോനും കൂടിയാണ് സാഹിദ് മോൻ. ഞങ്ങൾ അമ്മാവന്മാരെ, നാട്ടുകാര് എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. സാഹിദ് മോനെ കുടുംബത്തിന്റെ വക ഒരു ആദരവ് ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്ന് നൽകുന്നു. അതിന്റെ മുന്നോടി ആദ്യമായിട്ട് ഞങ്ങളെ പ്രിയപ്പെട്ട സാഹിദ് മോനെ ഹിഫ്ള് പഠനം പൂർത്തിയാക്കി പകലുകളില്ലാതെ കഠിനാധ്വാനം നടത്തിയ നമ്മുടെ പ്രിയപ്പെട്ട അൽഖമർ എന്ന മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി ഞങ്ങളുടെ എല്ലാ കുടുംബത്തിന്റെ വക ഒരു ഉപഹാരം ആദ്യമായി ആ സ്ഥാപനത്തിന് വേണ്ടി ഇവിടെ നിന്ന് നൽകുകയാണ്. ഉപഹാരം സ്ഥാപനത്തിന് വേണ്ടി കൈമാറുകയാണ്. സ്വീകരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ വളരെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഹിഫ്ള് പഠനം പൂർത്തിയാക്കി പഠനം തുടരുന്ന സാഹിദ് മോനു വേണ്ടി കുടുംബങ്ങൾ ഉപഹാരം നൽകും. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇനി കുടുംബങ്ങൾ കൂടിയിട്ട് എല്ലാവരും പാടെ സാഹിദ് മോനെ ഒരു ഷാൾ അണിയിക്കുക. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. സാഹിദ് മോനെ കുടുംബത്തിന്റെ വക കുറച്ച് നോട്ടുമാലുണ്ട്. അതിന്റെ ഉദ്ഘാടനം സാഹിദ് മോന്റെ സുഖമില്ലാത്ത വലിയുമ്മ ഇൻഷാ അല്ലാഹ് നിർവഹിക്കട്ടെ. അതിനുശേഷം ഞങ്ങളെ മരണപ്പെട്ട അമ്മാവിന്റെ ഭാര്യ കൊടുക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. يا رسول الله الصلاة والسلام عليك يا മക്കളുടെ വകയൊക്കെ ആയിട്ട് അൽഹംദുലില്ലാഹ് കുടുംബത്തിൽ ഓരോരുത്തരുടെ അത് പറഞ്ഞാണ് ആളുകൾ അറിയാം പറഞ്ഞാൽ ആരൊക്കെയാണെന്ന് എല്ലാ മക്കളുണ്ട്. അൽഹംദുലില്ലാഹ്. സോനു റഷീദ്
കുഞ്ഞുമോനെ ഈ രൂപത്തിലാക്കി തന്ന നമ്മുടെ മഹത്തായ സ്ഥാപനത്തിന്റെ എല്ലാവിധ പ്രാർത്ഥനകളും പിന്തുണകളും കടപ്പാടുകളും അറിയിക്കുകയാണ് സമ്മാനം. അല്ലാഹു കബൂലാക്കട്ടെ. ഈ മഹത്തായ രീതിയിൽ സമയങ്ങളൊക്കെ ചെലവഴിച്ച് ഇവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ. ഒരുപാട് സമയങ്ങളിൽ ചെലവഴിച്ച് ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട നാട്ടിലെ ഉസ്താദുമാരെ, മഹല്ലത്തിലെ പ്രിയപ്പെട്ടവര്, കുടുംബക്കാര്, വ്യത്യസ്ത എല്ലാ കുടുംബങ്ങളിൽ നിന്നും പല ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പ്രാവശ്യം ഹാഫിളായി എന്ന് അതിന്റെ വാക്കിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മുടെ പൊന്നു മക്കളെ നമ്മുടെ മഹത്തായ സ്ഥാപനത്തിന്റെ തണലിലായിട്ട് നല്ല മക്കളായിട്ട് അല്ലാഹു വളർത്തി തരുമാറാവട്ടെ. പകലുകളില്ലാതെ നമുക്കറിയാം, ഒരു മോനെ ഖുർആൻ മുഴുവൻ മനഃപാഠമാക്കി ഹാഫിളായി തീരണമെങ്കിൽ അതിന്റെ പിന്നിലുള്ള കഠിനാധ്വാനം ബുദ്ധിയുള്ള നമുക്കൊക്കെ ആലോചിച്ചാൽ കിട്ടും. ആ മഹത്തായ സ്ഥാപനം ഈ മക്കളുടെ ഉമ്മയായി, മക്കളുടെ ബാപ്പയായി, മക്കളുടെ വലിയുമ്മയായി, മക്കളുടെ വലിയപ്പയായി, മക്കളുടെ ഒരു കൂട്ടുകാരൻ പോലെ മക്കളെ മക്കളെ സ്വന്തം ചേർത്തിരുത്തി ആ പകലുകളില്ലാതെ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കി കഠിനാധ്വാനം നടത്തിയിട്ടാണ് നമ്മുടെ പൊന്നു മക്കളെ ഈ ഒരു സ്ഥാനത്തേക്ക് ആ സ്ഥാപനം എത്തിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെയൊക്കെ പ്രതിഫലം ബഹുമാനപ്പെട്ട ശൈഖുനാ ചെറിയ ഉസ്താദിന്റെ ഹളറത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ ദറജ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആ സ്ഥാപനത്തെ അല്ലാഹു ഇസ്സത്തിൽ നിന്ന് ഇസ്സത്തിലേക്ക് ഉയർത്തുമാറാവട്ടെ. ആ സ്ഥാപനത്തിലെ മഹാന്മാരായ ഉസ്താദുമാര്, പ്രിയപ്പെട്ടവര് എല്ലാവർക്കും അല്ലാഹു റഹ്മത്ത് ചൊരിയട്ടെ. അതോടുകൂടെ നമ്മുടെ മക്കളുടെ നമുക്ക് എത്രത്തോളം സന്തോഷമുണ്ട്, ആ സന്തോഷത്തോടെ ഓരം ചേർന്ന് നിന്ന് ബഹുമാനപ്പെട്ട ഉസ്താദുമാര് നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ മക്കളുടെ സന്തോഷത്തിന് വേണ്ടി അൽഹംദുലില്ലാഹ് ഇനിയുള്ള ഭാവി കാലവും നല്ല റാഹത്തോടെ സന്തോഷത്തോടെ അതൊക്കെ നിലനിർത്തി റാഹത്തോടെ വളരാൻ നമ്മുടെ സായതുമോനും കൂടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഹാഫിദീങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അല്ലാഹു അവർക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവിന്റെ ആകാശ ലോകത്തേക്ക് എപ്പോഴും പ്രകാശം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഹാഫിദീങ്ങളെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അത്രത്തോളം വലിയ സ്ഥാനം, അത്രത്തോളം വലിയ മഹത്വം നമ്മുടെയൊക്കെ കുടുംബത്തിൽ നിന്ന് ഇനിയും ധാരാളം ഹാഫിദീങ്ങൾ വരണം. നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ധാരാളം ഹാഫിദീങ്ങളും ആലിമീങ്ങളും വളർന്നു വരണം. അതിനുള്ള പ്രചോദനമാണ് ഈ കുടുംബക്കാരും ഈ നാട്ടുകാരും തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഇവിടെ ഉസ്താദുമാരുടെ കൂടെ ഒരുമിച്ച് കൂടിയത്. എല്ലാവർക്കും അല്ലാഹു വലിയ റഹ്മത്ത് പ്രദാനം ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ ദുആ നടക്കുകയാണ്. എല്ലാവർക്കും ഭക്ഷണം ഉണ്ട്, അത് കഴിച്ചിട്ട് എല്ലാവരും പോകാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക. കാണുമ്പോ എനിക്ക് ഇഷ്ടമല്ല, എന്റെ വ്ളോഗിൽ കൂട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ പറയാം, ഒരിക്കലും അങ്ങനെ പറയാം. വ്ളോഗിൽ കൂടുതൽ ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമല്ല. അതിന്റെ കാര്യം നമ്മള് കുട്ടീന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോ കുറച്ച് അധികം സമയമായി. പിന്നെ ലാസ്റ്റ് അത് അവിടെ ആക്കിയില്ല കേട്ടോ, ഒന്നും പറയാതെ നിർത്തി. എല്ലാരെയും കണ്ട് സംസാരിച്ചിട്ടേ അതെ പോയപ്പോ എന്താ പോലെ ഉണ്ട്. കാരണം എന്താ പറയുക, നമ്മള് അങ്ങനത്തെ ഒരു പരിപാടിക്ക് ഇതുവരെ പങ്കെടുത്തിട്ടില്ല കേട്ടോ. കുറെ അധികം പരിപാടി നമുക്ക് അറിയാം, എങ്ങനെയാണ് എന്താണെന്നെല്ലാം അറിയാം. പക്ഷെ ഇത് നമുക്ക് അറിയില്ല, കേട്ടിട്ടുണ്ട് എന്നല്ലാതെ. ഗിഫ്റ്റ് കൊടുത്തപ്പോഴാണ് ഗിഫ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോലേ. ഇത്രയും പ്രാധാന്യമുള്ളൊരു ചടങ്ങാണ് കേട്ടോ അത്. കാരണം എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല കേട്ടോ. നമുക്ക് ചെന്ന് കണ്ടപ്പോഴാണ് മനസ്സിൽ എന്തെല്ലാം വന്നത് ചിന്തകൾ വെച്ചാൽ നോട്ടുമാലൊക്കെ കൊടുത്തിട്ടും എല്ലാം നമ്മളോട് അന്നേക്കിനെ പറഞ്ഞു നമ്മൾക്ക് നമ്മളൊന്നും ചെയ്തില്ലല്ലോ എന്നുള്ളൊരു ഇത് നമുക്ക് മനസ്സിലേക്ക് വന്ന് കൊണ്ടുകൊടുക്കാം. അപ്പൊ നമ്മളെ കുട്ടിക്ക് അതിനുള്ള ഭാഗ്യം കിട്ടിയല്ലോ എന്നുള്ള നമ്മളെ അഭിമാനാണ്. നല്ല
നല്ല അഭിമാനമാണ് കേട്ടോ അത്. കാരണം അത് എല്ലാവരെ കൊണ്ടൊന്നും അത് ചെയ്യാനും പറ്റൂല. അപ്പൊ ഇത്രയും പ്രായം കൊണ്ടില്ല അമ്മ അങ്ങനെയൊക്കെ പിന്നെ വല്യപ്പ മൂലരാണ് ഉപ്പാന്റെ ഉപ്പ. ഭയങ്കര സന്തോഷം. എന്താ വെച്ചാൽ അത്ര നമ്മളെ വീടിന് കുറ്റടിക്കണ്ടല്ലോ ഉപ്പ ഉണ്ട്. പിന്നെ നമ്മളെ വീടിന് കുത്തിരിക്കാനൊക്കെ ഉണ്ട്. കണ്ടുണ്ടാവും അസീസ് മൊലിയാര് കേട്ടാ. കൊറേ ആൾക്കാർക്ക് അറിയണ്ടാവും. കൊറേ നമ്മളെ ചുറ്റുഭാഗത്തുള്ളവരൊക്കെ നമ്മളെ വിശേഷങ്ങൾ കാണുന്നവരാണ്. അതുകൊണ്ടാണ് കേട്ടോ എന്താ ക്ലിയർ ആക്കി പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മള് എന്താ എല്ലാ പരിപാടിക്കും അവിടെ ഇവിടെയൊക്കെ കൂടുക കാരണം നമുക്ക് എല്ലാം കറക്റ്റായിട്ട് അറിയാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ സന്തോഷേട്ടനെ പിടിച്ചു വലിച്ചിട്ട് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞത് എന്താണാവല് നമുക്ക് അറിയാം. അപ്പൊ അമ്മയൊന്നും പോകുന്നില്ല. അപ്പൊ അമ്മയ്ക്കൊക്കെ പരിപാടി നേരിട്ട് കാണാൻ പറ്റിയില്ല. ഇനിയിപ്പോ അപ്പൊ അമ്മക്ക് വീഡിയോ എന്താണ് മധുരം കൂടി ചായലോ ശർക്കരയാണ്. മധുരമില്ലാത്ത ചായ കൂടെ പറഞ്ഞാണ്. അപ്പൊ എന്താ പറയാ അപ്പു അറിഞ്ഞോ എന്തെങ്കിലും അറിഞ്ഞോ? അപ്പൂന്റെ ഫ്രണ്ടാണ് അപ്പൂച്ച. ഖുർആൻ മനപ്പാടാക്കി അറിഞ്ഞോ? വാവാസേ ഇങ്ങനെ തുടർന്ന് ആ കുട്ടിക്ക് പഠിക്കാനും വേറെ എന്തെല്ലാം പഠിക്കാനും ഉണ്ടാവും. പഠിക്കാൻ എല്ലാരും പ്രാർത്ഥിക്കലേ. അപ്പൊ അതിനൊക്കെ എല്ലാരും പ്രാർത്ഥിക്കാട്ടോ. തുടർന്നുള്ള പഠനത്തിനൊക്കെ ഇപ്പൊ ഈ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ടുള്ള തന്നെയാവും ഉണ്ടാവുക. കറക്റ്റായിട്ട് വ്യക്തമായിട്ട് പറയാൻ അറിയില്ല. അതുകൊണ്ടാട്ടോ അതുകൊണ്ട് നമ്മളൊന്നും പറയാത്തത്. പിന്നെ ഓന്റെ ഇപ്പാന്റെ ഇപ്പം ഭയങ്കര സംഭവം അല്ലേ. ഭയങ്കര പേര് കേട്ട ആളാണ്. നമ്മളെ പാലക്കോട് വെച്ച് ഓന് കിട്ടിയിട്ടുണ്ടാവും. സഫീന്റെ ഉപ്പാന്റെ ഉപ്പ എന്റേതാവും കിട്ടിയല്ലേ. പാലക്കോട് വെച്ചിട്ട് വലിയ അങ്ങനത്തെ വലിയൊരാളാട്ടെ. അപ്പൊ അതിന്റെ ഒരു ഭാഗ്യമാണ് കിട്ടിയെന്ന് നമ്മൾ മനസ്സിലാക്കാം. നമുക്ക് കൂടുതലൊന്നും പറയാൻ അറിയാത്തോണ്ട് നമ്മൾ പറയണില്ല അല്ലെ. നമുക്ക് അതിനെ പറ്റി അറിയില്ലല്ലോ. അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ്. വേറെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം. ഇതിപ്പോ ആദ്യമായിട്ട് കാണല്ലേ. അപ്പൊ പ്രാർത്ഥന മാത്രം. നന്നായി വരട്ടെ. ഇനി ഉയരങ്ങളിലെത്തട്ടെ. പിന്നെ കാണാല്ലേ.